നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലോക രാഷ്ട്രീയത്തിൽ സ്വീകരിച്ച അതിക്രമാത്മകവും അഹങ്കാരപരവുമായ നിലപാടുകളുടെ വില ഇന്ന് അമേരിക്ക തന്നെ കൊടുക്കേണ്ടി വരുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. തായ്വാനിലേക്ക് ആയുധങ്ങൾ വിൽക്കാനുള്ള അമേരിക്കയുടെ പുതിയ തീരുമാനത്തിന് മറുപടിയായി ചൈന സ്വീകരിച്ച നടപടി വെറും ഒരു നയതന്ത്ര പ്രതികരണമല്ല, ട്രംപിന്റെ കാലഘട്ടത്തിലെ അമേരിക്കൻ ഭീഷണിക്കും നെറികെട്ട മനുഷ്യത്വമില്ലാത്ത ഭരണത്തിനും കണക്കുകൂട്ടിയ വലിയ തിരിച്ചടിയാണ്. തായ്വാൻ വൻതോതിൽ ആയുധം വിൽക്കാനുള്ള അമേരിക്കൻ തീരുമാനത്തെ ഉപരോധായുധം കൊണ്ട് നേരിടാനാണ് ചൈനയുടെ തീരുമാനം. ഇതിന്റെ ഭാഗമായി ഒട്ടേറെ US പ്രതിരോധ കമ്പനികൾക്കുമേൽ ചൈന ഉപരോധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തായ്വാനിലേക്ക് ആയുധം എത്തിക്കുന്ന 20 അമേരിക്കൻ കമ്പനികൾക്കാണ് ഉപരോധം ഏർപ്പെടുത്തുന്നതെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഒപ്പം 10 മുതിർന്ന എക്സിക്യൂട്ടീവുകൾക്കും ഉപരോധം ബാധകമാണ്. ഉപരോധം ഉടൻ പ്രാബല്യത്തിൽ വരും. 20 അമേരിക്കൻ പ്രതിരോധ കമ്പനികൾക്ക് മേൽ സാമ്പത്തികവും നയതന്ത്രപരവുമായ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് ചൈന നൽകുന്ന സന്ദേശം വ്യക്തമാണ്. അമേരിക്കയ്ക്ക് ഇനി ഏകാധിപതിയായി കളിക്കാനാവില്ല എന്ന സന്ദേശം. തായ്വാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രകോപനം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഏതൊരാൾക്കും ഉറച്ച മറുപടി ചൈനയുടെ ഭാഗത്ത് നിന്നുണ്ടാകും. തായ്വാൻ ആയുധങ്ങൾ വിൽക്കുന്ന കമ്പനികൾക്കും വ്യക്തികൾക്കും ആ തെറ്റിനുള്ള വില നൽകേണ്ടി വരുമെന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് പറഞ്ഞു. കഴിഞ്ഞ ആഴ്ചയാണ് തായ്വാന് അത്യാധുനിക ആയുധങ്ങൾ വിൽക്കാൻ അമേരിക്ക തീരുമാനിച്ചത്. ഉദ്ദേശം $1000 കോടി ആയുധ ഇടപാടിനാണ് അമേരിക്കൻ ഭരണകൂടം സമ്മതം നൽകിയത്. മിസൈലുകൾ, അത്യാധുനിക പീരങ്കി തോക്കുകൾ, ഡ്രോണുകൾ, ടാങ്ക് വിരുദ്ധ മിസൈലുകൾ തുടങ്ങിയവ ഇവയിൽപ്പെടുന്നു. കഴിഞ്ഞ മാസം തായ്വാൻ പാസാക്കിയ ബജറ്റിൽ അത്യാധുനിക ആയുധങ്ങൾ വാങ്ങാൻ തുക വകയിരുത്തിയിരുന്നു. $390 കോടി ഇതിനായി മാറ്റിവെച്ചത്. ഉപരോധം നേരിടുന്ന കമ്പനികൾക്ക് ചൈനയിൽ ഏതെങ്കിലും ആസ്തികൾ ഉണ്ടെങ്കിൽ അതിന്മേലുള്ള ഇടപാടുകൾ മരവിപ്പിക്കും. ഒപ്പം ഇവയുമായി ചൈനീസ് കമ്പനികൾ സഹകരിക്കുന്നതും വിലക്കുമെന്നാണ് വിവരം. ട്രംപ് പ്രസിഡന്റ് ആയിരിക്കുന്ന ഈ കാലത്ത് അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യത്തിന്റെ പേരിൽ ലോകത്തെ മുഴുവൻ ശത്രുക്കളാക്കി മാറ്റുന്ന നയമാണ് അദ്ദേഹം പിന്തുടരുന്നത്. ചൈനയ്ക്കെതിരായ വ്യാപാര യുദ്ധം, ഇറാൻ കരാറിൽ നിന്നുള്ള ഏകപക്ഷീയ പിന്മാറ്റം, നാറ്റോ സഖ്യ രാജ്യങ്ങളെ പോലും അവഗണിച്ചുള്ള ഭീഷണി, ഇതെല്ലാം ലോകക്രമത്തെ പോലും അസ്ഥിരമാക്കി, അസ്വസ്ഥമാക്കി. പ്രത്യേകിച്ച് ചൈനയോട് ട്രംപ് സ്വീകരിച്ച നിലപാട് സാമ്പത്തിക ഉപരോധങ്ങളും തീരുവ യുദ്ധങ്ങളും മാത്രമല്ല, ചൈനയുടെ ആഭ്യന്തര വിഷയങ്ങളിലേക്കുള്ള തുറന്ന ഇടപെടൽ കൂടി ഉണ്ടായിരുന്നു. തായ്വാൻ വിഷയത്തിൽ അമേരിക്ക സ്വീകരിക്കുന്ന നിലപാട് ചൈനയുടെ നയത്തെ പരസ്യമായി വെല്ലുവിളിക്കുന്നതാണ്. ഇതിന്റെ വിത്ത് വിതച്ചത് ട്രംപ് തന്നെയാണ്. ഇന്ന് ചൈന പ്രഖ്യാപിച്ചിരിക്കുന്ന ഉപരോധങ്ങൾ ട്രംപ് ആരംഭിച്ച അമേരിക്കൻ അതിക്രമങ്ങൾക്ക് വൈകിയെങ്കിലും കിട്ടുന്ന ശക്തമായ മറുപടി തന്നെയാണ്. അമേരിക്കൻ പ്രതിരോധ കമ്പനികൾക്കുമേൽ ഉപരോധം ഏർപ്പെടുത്തുക എന്നത് വെറും സാമ്പത്തിക നീക്കമല്ല, അമേരിക്കൻ ആയുധ വ്യവസായത്തിന്റെ രാഷ്ട്രീയ സ്വാധീനത്തെ തന്നെ ചൈന ചോദ്യം ചെയ്യുകയാണ്. തായ്വാനിലേക്ക് ആയുധങ്ങൾ വിൽക്കുന്ന ഓരോ അമേരിക്കൻ കമ്പനിയും മേഖലയിൽ സംഘർഷം വളർത്തുന്നതിൽ പങ്കാളികളാണെന്ന ചൈനയുടെ നിലപാട് ലോക സമൂഹത്തിന് മുന്നിൽ അമേരിക്കയെ പ്രതിരോധത്തിലാക്കും. ട്രംപ് എന്നും അവകാശപ്പെട്ടിരുന്നത് ഭീഷണിയും സമ്മർദ്ദവും ഉപയോഗിച്ച് എതിരാളികളെ കീഴടക്കാമെന്നായിരുന്നു. പക്ഷെ ചൈനയുടെ ഇന്നത്തെ നീക്കം തെളിയിക്കുന്നത് ലോകം ട്രംപ് കരുതിയതുപോലെ ലളിതമല്ല എന്നാണ്. സാമ്പത്തികമായും ശക്തവും നയതന്ത്രപരമായി ആത്മവിശ്വാസമുള്ളതുമായ ചൈന അമേരിക്കയുടെ ഏകപക്ഷീയ തീരുമാനങ്ങൾക്ക് മുന്നിൽ തലകുനിക്കാൻ തയ്യാറല്ല. ട്രംപ് ആരംഭിച്ച വ്യാപാര യുദ്ധം പോലും അവസാനം അമേരിക്കൻ കർഷകരെയും ഉപഭോക്താക്കളെയുമാണ് കൂടുതൽ ബാധിച്ചത്. ഇപ്പോൾ പ്രതിരോധ വ്യവസായ രംഗത്തേക്കും തീ പടരുകയാണ്. തായ്വാൻ വിഷയത്തിൽ അമേരിക്ക സ്വീകരിക്കുന്ന നിലപാട് സമാധാനത്തിനായുള്ളതല്ല, മറിച്ച് ആയുധ നിർമ്മാതാക്കളുടെ ലാഭത്തിനായുള്ളതാണെന്ന വിമർശനം ലോകമെമ്പാടുമുണ്ട്. ട്രംപ് ഭരണകാലത്ത് ഈ കമ്പനികൾക്ക് ലഭിച്ച സ്വാധീനവും രാഷ്ട്രീയ പിന്തുണയും അസാധാരണമായിരുന്നു. ഇന്ന് അതേ കമ്പനികളെയാണ് ചൈന നേരിട്ട് ലക്ഷ്യമിടുന്നത്. ഇത് ട്രംപ് വളർത്തിയ കോർപ്പറേറ്റ് രാഷ്ട്രീയ കൂട്ടുകെട്ടിന് കിട്ടുന്ന കനത്ത തിരിച്ചടിയാണ്. ബിഗ് റിവഞ്ച് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ നടപടി ട്രംപ് എന്ന വ്യക്തിക്കെതിരായല്ല, അദ്ദേഹം പ്രതിനിധീകരിച്ച അമേരിക്കൻ അഹങ്കാരത്തിനെതിരായ പ്രതികരണം കൂടിയാണ്. ചൈനയുടെ ഉപരോധങ്ങൾ അമേരിക്കൻ കമ്പനികളെ മാത്രമല്ല, അമേരിക്കൻ നയതന്ത്രത്തെ തന്നെ സമ്മർദ്ദത്തിലാവും. ലോകം ഇന്ന് ബഹുധ്രുവ സംവിധാനത്തിലേക്കാണ് നീങ്ങുന്നത്. അവിടെ ട്രംപിന്റെ കാലത്തെ പോലെ ഒറ്റ രാജ്യത്തിന്റെ ഭീഷണിക്ക് വഴങ്ങുന്ന സാഹചര്യം ഇന്നില്ല. അമേരിക്കൻ ആയുധ വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ചൈന മറ്റു രാജ്യങ്ങൾക്കും ഒരു മാതൃകയാവുകയാണ്. അമേരിക്കൻ സമ്മർദ്ദത്തിന് മുന്നിൽ നിശബ്ദരാകേണ്ടതില്ല എന്ന സന്ദേശമാണ് ഇതിലൂടെ ലോകം കേൾക്കുന്നത്. ട്രംപ് വിതച്ച വൈരത്തിന്റെ വിത്തുകൾ ഇപ്പോൾ അമേരിക്കയുടെ പുരയ്ക്കുമേൽ തന്നെ ചാഞ്ഞുകൊണ്ട് തിക്തഫലം കൊടുക്കുകയാണ്. ഇന്ന് അമേരിക്ക നേരിടുന്ന നയതന്ത്ര പ്രതിസന്ധികൾ ട്രംപ് സ്വീകരിച്ച അഹങ്കാരപരമായ തീരുമാനങ്ങളുടെ തുടർച്ചയാണ്. ചൈനയുടെ ഉപരോധങ്ങൾ ആ തീരുമാനങ്ങൾക്ക് കിട്ടുന്ന ചരിത്രപരമായ തിരിച്ചടിയായി മാറുന്നു എന്ന് വേണം പറയാൻ.